പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിളക്ക് എന്ന ഈ വചന വിചിന്തന പങ്ക്തിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആരാധനാക്രമ മത്സരത്തിൽ നമ്മൾ ഇന്ന് പുതിയൊരു കാലത്തേക്ക് പ്രവേശിക്കുന്നു. കൈത്താക്കാലം. ഇനി വരുന്ന 7 ആഴ്ചകൾ കൈത്താക്കാലത്തിൻ്റെ ആത്മീയ ചിന്തകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയുമാണ് സഭ കടന്നു പോകുന്നത്. 12 ശ്ലീഹന്മാരുടെ ഓർമ്മ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാലം ആരംഭിക്കുന്നത്. ഇന്നതുകൊണ്ട് തന്നെ തിരുവചന വായന 12 ശ്ലീഹന്മാരെ ഈശോ തിരഞ്ഞെടുത്ത് സവിശേഷമായ ദൗത്യം കൊടുത്ത് അവരെ അയക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ച് ധ്യാനിക്കുന്നത്. കൈത്താക്കാലം എന്നുള്ളത് സഭയുടെ ആത്മീയ വിളവെടുപ്പിൻ്റെ കാലമാണ്. കൈത്ത എന്ന വാക്കിനർത്ഥം വേനൽ എന്നാണ്. വേനൽക്കാലം ഫലശേഖരണത്തിൻ്റെയും വിളവെടുപ്പിൻ്റെയും കാലമാണ്. ശ്ലീഹാകാലത്ത് ശിഷ്യന്മാരാൽ വിതയ്ക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ ആത്മീയതയുടെ നല്ല ഫലങ്ങൾ ശേഖരിക്കാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ആത്മീയ ഫലങ്ങൾ ദൈവത്തിന് മഹത്വമായും സഹോദരങ്ങൾക്ക് നന്മയായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊടുക്കാൻ നമുക്ക് ഈ കാലത്ത് പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ 12 ശ്ലീഹന്മാരെ തിരഞ്ഞെടുത്ത് സവിശേഷമായ പ്രഘോഷണ ദൗത്യം കൊടുത്ത് അയക്കുന്നത് നമ്മൾ കാണുന്നു. ഒരു ദിവസത്തെ സാധാരണ 12 വീതമുള്ള 2 ഭാഗങ്ങളായി തിരിക്കാറുണ്ട്. ഒരു ഭാഗം രാത്രിയും മറ്റൊരു ഭാഗം പകലും. സുവിശേഷത്തിലും ഒരിക്കലും ഈശോ പറഞ്ഞല്ലോ, പകലിന് 12 മണിക്കൂറില്ലേ, പകൽ നടക്കുന്നവൻ തട്ടി വീഴുന്നില്ല, രാത്രിയിൽ നടക്കുന്നവനാണ് തട്ടി വീഴുന്നത്. 12 ശ്ലീഹന്മാർ 12 മണിക്കൂറുകളുടെ പ്രതീകമാണെന്ന് സഭാപാരമ്പര്യത്തിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. 12 ശ്ലീഹന്മാർ 12 മണിക്കൂറുകൾ ഈശോയാകുന്ന സൂര്യനിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് ഈ ലോകത്തിന് ദൈവികതയുടെ ആത്മീയതയുടെ വെളിച്ചം പകർന്നു നൽകി. നമ്മളും ഈ പകലിൻ്റെ മക്കളായി ജീവിക്കേണ്ടവരാണ്. പകലായിരിക്കുന്നിടത്തോളം നമ്മൾ വെളിച്ചത്തിൽ അധ്വാനിക്കേണ്ടവരാണ്, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടവരാണ്. നമുക്കും ശിഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ ആത്മീയ വെളിച്ചം ഉള്ള പ്രവർത്തനങ്ങളായി നമ്മുടെ പകലുകളെയും മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ഇന്നത്തെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് 1-2 പ്രാർത്ഥനാ വിചാരങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു. ഒന്നാമത് നമ്മൾ കാണുന്നു, ഈശോ ശിഷ്യർക്ക് അധികാരവും കൊടുക്കുന്നു, നിർദ്ദേശങ്ങളും കൊടുക്കുന്നു. ആദ്യ വാക്യങ്ങളിൽ അവർക്ക് കൊടുക്കുന്ന അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈശോ ശിഷ്യന്മാർക്ക് എല്ലാ അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു, രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താൻ കഴിവും കൊടുത്തു. അത് അധികാരമാണ്. രണ്ടാമത്തെ ഭാഗം പ്രായോഗികമായ ചില നിർദ്ദേശങ്ങളാണ്. നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമറിയാക്കാരുടെ ഗ്രാമത്തിൽ പ്രവേശിക്കരുത്, നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ പ്രവേശിച്ചാൽ അവിടെ താമസിക്കണം. കുറേയേറെ നിർദ്ദേശങ്ങൾ ഈശോ നൽകുന്നു. ഈശോ നമ്മളെയും സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിന് അയക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ തരുന്നുണ്ട്. അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട്, അതോടൊപ്പം നിർദ്ദേശങ്ങളുമുണ്ട്. അധികാരങ്ങൾ അല്ലെങ്കിൽ ദൈവം പ്രത്യേകമായി തരുന്ന അവകാശങ്ങൾ, അധികാരങ്ങൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ, ദൈവമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. അതാണ് അധികാരങ്ങൾ. എന്നാൽ നിർദ്ദേശങ്ങളാകട്ടെ, നമ്മൾ ആരാണെന്ന് മറന്നു പോകാതിരിക്കാൻ ഈ നിർദ്ദേശങ്ങൾ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ജോലി എന്താണെന്ന് മറക്കാതിരിക്കാൻ ഈ നിർദ്ദേശങ്ങൾ നമ്മളെ സഹായിക്കുന്നു. ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്നുള്ള ഓർമ്മ നമുക്ക് കിട്ടുന്നു. ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നത് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിനാവശ്യമായ പോംവഴിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതം സാക്ഷ്യമാകാനുള്ള വിളിയാണ് ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്നതെന്ന് മനസ്സിലാക്കുന്നു. അധികാരങ്ങളും നിർദ്ദേശങ്ങളും ഒരുമിച്ച് ചേർന്നതാണ് നമ്മുടെയും ശിഷ്യ ജീവിതം അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണ ജീവിതം. ശിഷ്യന്മാർ ഈശോ നിർദ്ദേശിച്ച ഈ കാര്യങ്ങൾ അതേപടി അവരുടെ ജീവിതത്തിൽ പാലിച്ചു എന്നാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 72 ശിഷ്യന്മാരെ അയച്ച് ഇതേ നിർദ്ദേശങ്ങൾ കൊടുത്ത് അയച്ച് അവർ തിരിച്ചു വരുമ്പോൾ അവർ പറയുന്നു, കർത്താവേ, നീ പറഞ്ഞതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്തു,
നീ പറഞ്ഞതുപോലെയൊക്കെ ഞങ്ങൾ കണ്ടു. പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നത് കണ്ടു. ഈശോ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യുമ്പോഴാണ്, നമുക്ക് ഈ നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോഴാണ് നമുക്ക് അധികാരവും നമ്മളിൽ ശക്തിയായി പ്രവർത്തനനിരതമായി പുറത്തേക്ക് വരുന്നത്. നമ്മളിൽ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദൈവിക അധികാരങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അതിന് കാരണം നമ്മൾ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ എവിടെയോ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുമ്പോൾ മറുവശത്ത് നമ്മളിലൂടെ ദൈവിക ശക്തിയും ദൈവിക അധികാരവും വെളിപ്പെടും. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇവിടെ 2 തരം നിർദ്ദേശങ്ങളാണ് ഈശോ നൽകുന്നത്. ഒന്ന്, പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രായോഗിക കാര്യങ്ങൾ. സമറിയക്കാരുടെ അടുത്തേക്ക് പോകരുത്, വിജാതീയരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്, ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടെ തന്നെ നിൽക്കണം, വീടുകൾ തോറും ചുറ്റിക്കറങ്ങി നടക്കരുത്, കാണുന്നവരോട് സുവിശേഷം പ്രഘോഷിക്കണം. ഇതെല്ലാം പ്രവർത്തനത്തിൽ കൊണ്ടുവരേണ്ട നിർദ്ദേശങ്ങളാണ്. ആ കാര്യങ്ങൾ തന്നെ നമുക്കുമുണ്ട്. മറ്റൊരു വശം മനോഭാവത്തിലുള്ള ചില നിർദ്ദേശങ്ങളാണ്. മനോഭാവത്തിൽ സൂക്ഷിക്കേണ്ട, മനോഭാവത്തിൽ എപ്പോഴും കരുതേണ്ട നിർദ്ദേശത്തെക്കുറിച്ചും ഈശോ ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ആ നിർദ്ദേശം ഇതാണ്: ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. അത് നമ്മുടെ മനോഭാവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ദൈവിക കൃപകളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് അംഗീകരിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നിടത്താണ് നമുക്ക് നല്ല ആത്മീയ ശുശ്രൂഷ നമ്മുടെ പ്രവൃത്തികളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. എല്ലാം ദാനമാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യവും നമ്മുടെ കൈവശം കൊണ്ടുപോകുന്നില്ല എന്നുള്ളത്. നമ്മൾ ഈ ഭൂമിയിൽ നേടിയ എത്ര വിലപിടിപ്പിച്ച കാര്യങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, ഇതൊന്നും കൊണ്ടുപോകാൻ നമുക്ക് പറ്റാറില്ല. സാധാരണ പറയാറുണ്ട്, ശവത്തിൻ്റെ ഉടുപ്പിന് കീശകളില്ല എന്ന് പറയാറുണ്ട്. അത് പ്രതീകാത്മകമായി പറയുന്ന കാര്യമാണ്. ഒരു മൃതദേഹം ധരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഒരു സാധാരണ ഷർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷേ അതിലൊരു കീശ ഉണ്ടാവും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല, ഒരു പോക്കറ്റ് ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ആ പോക്കറ്റിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയത് ഒന്നും ഈ ഭൂമിയിലില്ല. കൊണ്ടുപോകാൻ പറ്റിയത് നമ്മൾ മരിച്ചടക്ക ശുശ്രൂഷകളിൽ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ തന്നെ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുത്ത നന്മയോ തിന്മയോ മാത്രമാണ്. അതുകൊണ്ട് എല്ലാം ദാനമായി നമുക്ക് കിട്ടിയതാണ് എന്ന ഓർമ്മ എപ്പോഴും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ദാനമായിട്ട് കിട്ടിയതാണ് എന്ന് ചിന്തിക്കാൻ പറ്റുമ്പോഴാണ് നമുക്കൊന്നിലും അഹങ്കരിക്കാതിരിക്കാൻ പറ്റുന്നത്. ദാനമായി കിട്ടിയതാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് ഒന്നിലും മതിമറക്കാതിരിക്കാൻ നമുക്ക് പറ്റുന്നത്. ദാനമായി കിട്ടിയതാണ് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങളിലേക്ക് കണ്ണു തുറന്ന് നോക്കാനും നമുക്കുള്ളത് പങ്കുവയ്ക്കാനും സാധിക്കുന്നത്. ധനവാന്റെയും ലാസറിൻ്റെയും കഥ നമുക്ക് പരിചിതമാണ്. എല്ലാം ഉണ്ടായിരുന്ന ധനവാൻ, അവൻ ആ പാവപ്പെട്ട ലാസറിനോട് നേരിട്ട് തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും ദൈവസന്നിധിയിൽ അവൻ കുറ്റക്കാരനായി മാറിയത് തൻ്റെ അടുത്ത് വളരെ ദരിദ്രനായി കിടന്ന ഈ ലാസറിൻ്റെ ആവശ്യത്തിലേക്ക് തനിക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നിട്ടും ഒന്നും ഷെയർ ചെയ്യാതിരുന്നതിൻ്റെ പേരിലാണ്. എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിലല്ല, ചെയ്യാതിരുന്നതിൻ്റെ പേരിലാണ് ധനവാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരനായി മാറുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കും ഈ 2 ചിന്തകൾ, അതായത് ഒന്ന്, നമുക്ക് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ എപ്പോഴും ഓർമ്മിക്കാം. 2, ദൈവം നൽകുന്ന മനോഭാവം, ദാനമായി കിട്ടിയതാണ് നമുക്കെല്ലാം എന്നുള്ള മനോഭാവം മനസ്സിൽ സൂക്ഷിക്കാം. മൂന്നാമതൊരു ചിന്ത കൂടി നമ്മളിന്ന് ശ്രദ്ധിക്കുന്നു. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് പറയും, നിങ്ങൾ ഇത്രയുമൊക്കെ വചനം പ്രഘോഷിച്ച് സാക്ഷ്യം നൽകാൻ പോയി നിങ്ങളെ ആരെങ്കിലും കേൾക്കാതിരുന്നാൽ അത് അവരുടെ വലിയ നാശത്തിന് കാരണമാകും. അവരുടെ പ്രദേശം സോദവും ഗൊമോറ പോലെ ആയിത്തീരും, അതവർക്ക് ശാപമായിത്തീരും. സ്നേഹമുള്ളവരെ, നമ്മുടെയും വാക്കുകളെക്കുറിച്ച് നമ്മൾക്കുണ്ടാകേണ്ട വീണ്ടും വിചാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ദൈവനാമത്തിൽ പറയുന്ന, ദൈവത്തിനു വേണ്ടി പറയുന്ന, ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ട്, അതിനൊക്കെ വിലയുണ്ട്, മൂല്യമുണ്ട്. അത് വേണ്ട രീതിയിൽ സ്വീകരിക്കാത്തവർക്ക് അവർക്കതിൻ്റെ പ്രതിഫലം കിട്ടും. പക്ഷെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, നമ്മുടെ സംസാരത്തിൽ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ ഒരു ശിഷ്യനും ശിഷ്യയ്ക്കുമൊക്കെ ചേർന്ന രീതിയിലുള്ള സംസാരങ്ങളാണോ? ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഈ ശിഷ്യന്മാർ പോയി വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചത്. അങ്ങനെ പോകുന്നവരെക്കുറിച്ചാണ്, ഈശോയുടെ വാക്കുകളുമായി പോയി ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ വാക്കുകൾ സംസാരിക്കുന്നവരുടെ വാക്കുകൾ സ്വീകരിക്കാത്തവർക്ക് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. നമ്മളെയും ദൈവം ഈ ശിഷ്യന്മാരെ പോലെ അയക്കുന്നു.
നമ്മുടെ വാക്കുകൾക്ക് ആ വിലയുണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കാറുണ്ടോ? ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, കാണപ്പെടുന്നത്, സംസാരിക്കുന്നത് എന്ന ഓർമ്മ നമുക്കുണ്ടോ? അത് വൈദികരും സന്യസ്തരും മാത്രമല്ല ദൈവത്തിൻ്റെ വാക്കുകളെ പ്രത്യേകമായി സംവഹിക്കുന്നവർ, എല്ലാ മനുഷ്യരുമാണ്. മാമോദീസ സ്വീകരിച്ച് ഈശോയെ പ്രഘോഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള എല്ലാവരുടെയും വാക്കുകൾക്ക് ക്രിസ്തുവിൻ്റെ വാക്കിൻ്റെ വിലയുണ്ട്. ആ വാക്കിൻ്റെ വിലയ്ക്ക് ചേർന്ന, വിശുദ്ധിക്ക് ചേർന്ന കാര്യങ്ങളാണോ എൻ്റെ സംസാരത്തിലൂടെ പുറത്തു വരുന്നത്? ഞാൻ പറയുന്ന വാക്കുകൾക്ക് അതിൻ്റെ വിലയും അർത്ഥവും മൂല്യവും മനസ്സിലാക്കി സംസാരിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ കേൾക്കുന്നവർക്കും അതനുസരിച്ച് ബോധ്യപ്പെടുകയോ അവരുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവുകയോ ചെയ്യുകയില്ല. നമ്മളെ കേൾക്കുന്നവർ അതനുസരിച്ച് അവരുടെ ജീവിതം ദൈവത്തെങ്കിലേക്ക് തിരിക്കാൻ ഇടവരട്ടെ. അവർക്ക് അത്തരത്തിൽ ജീവിതം ദൈവത്തിലേക്ക് തിരിക്കത്തക്ക രീതിയിൽ വിശുദ്ധമായത് മാത്രം സംസാരിക്കാനും പ്രവർത്തിക്കാനും എപ്പോഴും നല്ലത് മാത്രം പറയാനും ദൈവസന്നിധിയിലും മറ്റുള്ളവരുടെ മുമ്പിലും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ കൈത്താക്കാലത്തിൻ്റെ ഈ ആദ്യ ആഴ്ച തന്നെ ആത്മീയതയുടെ നല്ല വിളവെടുപ്പ് നമ്മളിൽ നിന്ന് ഉണ്ടാവട്ടെ. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ നാമത്തിനുള്ള മഹത്വവും മറ്റുള്ള സഹോദരങ്ങൾക്കുള്ള നന്മയും സഹായവുമാകട്ടെ. അനുഗ്രഹീതമായ നല്ലൊരു ഞായറാഴ്ച സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.